പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കുർബാനയിലെ നോക്കിയിട്ട് പ്രാർത്ഥിക്കാം. മഞ്ജു മനോജ് താങ്ക്സ് ഗിവിംഗ്, സ്റ്റീഫൻ മാത്യു താങ്ക്സ് ഗിവിംഗ്, ലിസമ്മ ജോസഫ് താങ്ക്സ് ഗിവിംഗ്, ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആഷർ ബിബി, അലൻ ജിമ്മി, അബിൻ സിബി എന്നിവരോട് പ്രാർത്ഥിക്കാം. ഒരു വിശ്വാസിയുടെ സ്പെഷ്യൽ ഇന്റൻഷനായിട്ട് പ്രാർത്ഥിക്കാം. അയോണ ബിനോയി നെക്സ്റ്റ് നീറ്റ് എക്സാം പാസ്സാകാനായിട്ട്, വിനോദ് രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു, മിറിയാമും രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. സക്കറിയ മുരുകയുടെ ആത്മശാന്തിക്കായിട്ട്, ജോബി യാക്കോബ് ചേറാടിയുടെ ആത്മശാന്തിക്കായിട്ട്, അന്നക്കുട്ടി ചുമ്മാ 8th ഡെത്ത് ആനിവേഴ്സറി, മുട്ടുങ്കൽ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, കുന്നേപ്പറമ്പിൽ വീട്ടിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, വലിയ വീട്ടിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി, തോമസ് നഗരക്കാട്ടിലെ ആത്മശാന്തിക്ക്, ബിജു മാത്യു ചരമദിനം, ബിജു ഫ്രാൻസിസ് നന്ദിക്കായിട്ട് താങ്ക്സ് ഗിവിംഗ്. നമ്മുടെ എല്ലാ നിയമങ്ങളെയും നമ്മുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, ജീവിത പങ്കാളികളെ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടി നമുക്ക് ഈ ബലി അർപ്പിക്കാം. കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം, ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വലോകത്തിൽ സർവേശ്വരോ സുഗീതം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരോ സുഗീതം. സ്വലോകത്തിൽ സർവേശ്വരോ സുഗീതം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ
കാലം വഴി രക്ഷാവാഗ്ദാനം പൂർത്തിയാക്കി അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മിശിഹായെ ഞങ്ങളെ അങ്ങുമായി ബന്ധപ്പെടുത്തി തിരുപുത്ര സ്ഥാനത്തിന് അർഹരാക്കി അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. സകലത്തിന്റെയും നാഥായേക്കും കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ലോകരക്ഷകനായ മിശിഹായെ അനുഗ്രഹീതമാകുന്നു. ആരാധനാലൂടെ സ്തുതിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. കർത്താവ് ഭരണം നടത്തുന്നു. ഭൂമി ആനന്ദിക്കട്ടെ. സമുദ്രം അതിന്റെ നിറവിലുള്ളത് പറയട്ടെ. ഭൂമി അതിലെ നിവാസികളും ആഹ്ലാദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ യാഗങ്ങൾ അനുഗ്രഹീതമാകുന്നു. മാലാഖമാരോടുകൂടി നിന്നെ സ്തുതിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ് ഒടിച്ചോടി നിൽക്കുന്ന സഭയിൽ മഹത്വപ്പെടുത്തുവാൻ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു. സകലത്തിന്റെയും നാഥായും നീക്കും. സമാധാനത്തോടുകൂടി എന്റെ പിതാവിനെ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാവിനെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ. സമാധാനത്തോടുകൂടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ചിന്തായവും ദൈവികവുമായ കൽപ്പനയുടെ സ്മരിക്കുന്നതിനും ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനേക്കും. അഞ്ചാമത്തെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. സിംഹാസനത്തിന്റെ വലതുകൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും സപ്തമുദ്രകൾ പതിച്ചതുമായ ഒരു പുസ്തകച്ചുരുൾ ഞാൻ കണ്ടു. ശക്തനായ ഒരു ദൂതനെയും ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചുരുൾ നിവർത്തുവാനും അതിന്റെ മുദ്രകൾ പൊട്ടിക്കുവാനും അർഹതയുള്ള ആരുണ്ട്? എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കിടയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്തുവാനോ
അതിലേക്ക് നോക്കുവാനോ കഴിഞ്ഞില്ല. ചുരുൾ നിവർത്തുവാനോ അതിലേക്ക് നോക്കുവാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ പേരും ആയവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്തുവാനും സപ്തമുദ്രകൾ പൊട്ടിക്കുവാനും കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, പാടിയിടുന്നേ. ഹല്ലേലൂയ, 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 പാടിയിടുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മനുഷ്യരാശികളിൻ മരണത്താൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായൊഴുകിടട്ടെ. യജമാനനുടെ പൂരിത കവികൾ തൂലിക പോലെ നാവിപ്പോ. പരിശുദ്ധാത്മാവിൻ തുടിയുയരട്ടെ. ആദിമുതൽക്കേ നിത്യവുമായി ഭവിക്കട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1:26 മുതലുള്ള തിരുവചനങ്ങൾ. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവരുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് കൊണ്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഈ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യയെന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു. സഹോദരി സഹോദരന്മാരെ, മംഗളവാർത്ത കാലത്തിന്റെ 2-ാം ആഴ്ചയിലാണ്. 18 ദിവസങ്ങൾ കൂടിയുണ്ട് ക്രിസ്തുമസിനായിട്ട്. കൃത്യം പറഞ്ഞാൽ നമ്മൾ ഒരുക്കം വളരെ ഫാസ്റ്റായിട്ട് പോവുകയും പല രീതിയിൽ നമ്മൾ ഒരുങ്ങുന്നുണ്ട് ഈശോയുടെ വരവിനായിട്ട്. നമ്മൾ കണ്ടു, ക്രിസ്മസ് ട്രീകൾ പല സ്ഥലങ്ങളിലൂടെ നക്ഷത്രമൊക്കെ ഇട്ട് നമ്മളുടെ
ഈ സ്റ്റാറ്റസിൽ നമ്മുടെ ഫോണിലൊക്കെ പലരും ഈശോയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും ബൈബിളും എല്ലാം ഇടുന്നുണ്ട്. ചിലർ നക്ഷത്രം ഇടുന്നുണ്ട്. അത് നമ്മൾ ഒരുങ്ങുക, ആത്മീയമായിട്ട് ഒരുങ്ങുന്നു, ബാഹ്യമായിട്ട് ഒരുങ്ങുന്നു. ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് ഒരുങ്ങുക. എല്ലാ രീതിയിലും നമ്മൾ ഒരുങ്ങണം. പലയിടത്തും ഇപ്പോൾ അഡ്വാൻസ്ഡ് ക്രിസ്മസ്, ആഡ്വന്റ് ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞ് അവർ ആഘോഷങ്ങൾ പലയിടങ്ങളിൽ ഇപ്പോൾ തന്നെ കണ്ടു ആഘോഷങ്ങൾ നടക്കും. അവർ ഒരുങ്ങുന്നതിന് മുമ്പ് ആഘോഷങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. അവിടെയും അതിൻ്റെതായ ഡേഞ്ചേഴ്സ് നമ്മൾ ഒരുങ്ങാൻ പാടില്ല. ആഘോഷിക്കാനാണ് നമ്മൾ തിടുക്കം കൂട്ടുന്നത്. കർത്താവിൻ്റെ വരവിനെ ആഘോഷിക്കുക, ഒരുങ്ങിയിട്ടാണ് നമ്മൾ ആഘോഷിക്കേണ്ടത്. ആത്മീയമായിട്ട് നമ്മൾ നന്നായിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. ഈ ക്രിസ്മസിനായി ആത്മീയമായിട്ട് ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഈ 4 ആഴ്ചകളിൽ നമ്മൾ കണ്ടു. ലത്തീനിൽ 4 തിരികൾ കത്തിക്കും. ഈ 4 തിരികൾ 4 ആഴ്ചയെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഈ ഓരോ ആഴ്ചയ്ക്കും ഓരോ പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ ആഴ്ച പ്രതീക്ഷയും, രണ്ടാമത്തേത് സമാധാനത്തിന്, മൂന്നാമത്തെ ആഴ്ച സന്തോഷത്തിന്, നാലാമത്തെ ഞായറാഴ്ച സ്നേഹത്തിന്. അങ്ങനെ ഹോപ്പ്, പീസ്, ജോയ് ആൻഡ് ലവ്, ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ 4 ഞായറാഴ്ചകളിലായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയം. ഈ ചെറിയ നോമ്പ് എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിലും വചന വായനയിലും ധ്യാനത്തിലും ഉപപ്രവൃത്തികളിലുമൊക്കെ നമ്മൾ ചെലവിടേണ്ട സമയമാണ്. പ്രാർത്ഥന, വചന വായന, ധ്യാനം, ഉപപ്രവൃത്തികൾ. അപ്പോൾ ചിലരൊക്കെ വളരെ ഉത്സാഹത്തോടു കൂടി 1-ാം ദിവസം ഒരുങ്ങി തുടങ്ങി. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് ചില ദിവസം വിട്ടുപോയി. പക്ഷെ ഇത് പറഞ്ഞ് ഇത് ചെയ്യാതിരിക്കരുത്, പിന്നെയും തുടങ്ങണം. അത് നമ്മുടെ പ്രാർത്ഥനകളാകട്ടെ, നമ്മളുടെ പരിഹാര പ്രവൃത്തികളാകട്ടെ, ഉദ്ഭവി പ്രവൃത്തികളാകട്ടെ, എല്ലാം നമുക്ക് ആ പെർഫെക്ഷനിൽ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് ഓർത്ത് ഒരിക്കലും അത് നിർത്തിക്കളയരുത്. ഈ പരിശുദ്ധമ്മയുടെ ഒരു പുസ്തകം എനിക്ക് വായിക്കാനിടയായി. അത് 1-ാമത്തെ അധ്യായത്തിൽ ആദ്യം പറയുന്നത് എങ്ങനെയാണ്? ചിലപ്പോൾ നമ്മൾ കൊന്നു ചെല്ലുമ്പോൾ നമുക്ക് ഒത്തിരി പല വിചാരങ്ങൾ കടന്നു വരും. പക്ഷേ പരിശുദ്ധമ്മ ആ ഒരു വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഈ പലവിചാരത്തോടു കൂടിയാണെങ്കിലും കൊണ്ട് ചെല്ലണം. അവിടെ ആ പലവിചാരത്തെയും ഡിസ്ട്രാക്ഷനും ഒക്കെ തമ്പുരാനത് പ്രാർത്ഥനയാക്കി മാറ്റുക പറയുന്നത്. അപ്പോൾ ഒരിക്കലും എനിക്ക് പലവിചാരമുണ്ട്, ഈ കൊന്തയെല്ലാം ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതും ഞാൻ 100 കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് ചെല്ലാതിരിക്കരുത്. കൊണ്ട് ചെല്ലണം. ബുദ്ധിമുട്ടോടു കൂടിയാണെങ്കിലും കൊണ്ട് ചെല്ലണം. പയ്യെ നമ്മൾ ആ പെർഫെക്ഷനിലേക്ക് എത്തിക്കൊള്ളും. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിശുദ്ധമായ ആ പ്രാർത്ഥന എത്തിക്കൊള്ളും എന്നാണ് ഈ പുസ്തകം പഠിപ്പിച്ചത്. പിന്നെ ഈ ഇന്ന് മുതൽ 18 ദിവസങ്ങളുണ്ട് ക്രിസ്മസിലോട്ട്. ഈ 18 ദിവസം ഓരോ ദിവസവും ഇപ്പോൾ പ്രത്യേകമായിട്ട് ഓരോ മണിക്കൂർ വെച്ചാൽ വചനം വായിക്കാൻ എളുപ്പമാണെങ്കിൽ വായിക്കാൻ കഴിയായിരിക്കും. അപ്പോൾ 18 ദിവസം 18 മണിക്കൂർ നിങ്ങൾക്ക് വചനം വായിക്കാൻ പറ്റും. അതായിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസിലേക്കുള്ള വലിയൊരു ഒരുക്കമാണ്. 18 മണിക്കൂർ വചനം വായിച്ച് ഞാൻ ക്രിസ്മസിനായിട്ട് ഒരുക്കമാണ് പറയാൻ നമ്മൾ ഈ വരുമ്പോൾ. അപ്പോൾ എല്ലാ ദിവസവും 1 മണിക്കൂർ ഒറ്റയടിക്ക് വായിക്കണമെന്നില്ല. 15 മിനിറ്റ് വായിച്ചിട്ട് പിന്നെ 15 മിനിറ്റ് വായിച്ചിട്ട് അങ്ങനെ പിന്നെ കുറേ ചിലപ്പോൾ മഴ ഉണ്ടെങ്കിൽ ഒരു 10 തന്നെ ചെയ്തിട്ട് പിന്നെ അവിടെ 10 ചെയ്ത് അങ്ങനെ നമ്മൾ വചനം വായിക്കുന്നതിന് ഇടയ്ക്കോടെ നമുക്ക് 10 തന്നെ ചെയ്യാം. അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് എന്താ വിശുദ്ധിയിലേക്ക് വളരാനും യേശുവിന്റെ വരവിനായി ഒരുങ്ങാനൊക്കെയുള്ള ഒരു സമയമാണ് ഈ പറയുന്ന ചെറിയ നോമ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ വേറെ ചില കാര്യങ്ങൾ നമുക്ക് എന്താ വിട്ടുകളയാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ചിലപ്പോൾ ചിലർക്ക് ഫേസ്ബുക്കിൽ നോക്കുന്നത് ഒത്തിരി ഇഷ്ടമായിരിക്കാം. കുറച്ച് കൂടുതൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നവരാണെങ്കിൽ കുറച്ച് ചിലപ്പോൾ ഞാനിത് 10 മിനിറ്റ് ഇത് കാണുന്നുള്ളൂ. ഈ വരുന്ന 18 ദിവസങ്ങളിൽ ഈ 10 മിനിറ്റ് വെച്ച് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കും, അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ച് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കും. അല്ലെങ്കിൽ റീൽസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് റീൽസേ കാണുള്ളൂ. അങ്ങനെ നമുക്ക് കുറച്ച് തമ്പുരാനായിട്ട് യേശുവിന്റെ വരവിനായിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളെ കുറച്ച് വേണ്ടാതെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈശോയുടെ വരവിനായിട്ട് ഒരുങ്ങേണ്ടത്. പിന്നെ ഞാൻ ഈ 18 ദിവസത്തേക്ക് ആരുടെയും കുറ്റം പറയില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്താണ്. 18 ദിവസത്തേക്ക് ആരുടെയും കുറ്റം പറയില്ല. കുറ്റം പറയാൻ വരുമ്പോൾ ഞാൻ അത് ഇടിഞ്ഞു കളയും. അല്ലെങ്കിൽ എൻ്റെ നാവിൽ ഒരു കടി വയ്ക്കും. അപ്പോൾ ഞാൻ കുറ്റമാണല്ലോ പറഞ്ഞത്. പിന്നെ കൂടെ കുമ്പസാരത്തിലൂടെ ആഴ്ച ഈ പറയുന്ന ഈ 4 ആഴ്ച ഈ 3 ആഴ്ച കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കൂടെ ആഴ്ച കുമ്പസാരിച്ച് വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് സാധിക്കും.
പിന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ സമയം കൊടുത്തുകൊണ്ട് ഫോൺ കോളുകളുടെ വലിയ കുറച്ചുകൊണ്ട് ഫോൺ ഉപയോഗങ്ങൾ കുറച്ചുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തില് പരിശുദ്ധമ്മയെ ഗബ്രിയേൽ ദൈവദൂതൻ അഭിവാദനം ചെയ്ത് വലിയൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുക. നീ ഇന്ന് മുതൽ നീ ഒരുങ്ങുകയാണ്, നിന്റെ ഉദരത്തിൽ ഒരു ശിശു ജനിക്കാൻ പോവുകയാണ്, ആ ശിശുവാണ് രക്ഷകൻ എന്നൊക്കെ പറഞ്ഞ് വലിയ ദൗത്യം ഏൽപ്പിക്കും. പരിശുദ്ധമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ പിന്നെയും പരിശുദ്ധമ്മ അങ്ങോട്ട് ബ്ലൈൻഡ് ട്രസ്റ്റാണ്. കർത്താവിനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട്, ദൂതന്റെ വാക്യം വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ, എന്നിൽ നിറവേറട്ടെ എന്ന് പറയുക. 38 ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്കൊരു മാതൃകയാണ്. എങ്ങനെയാണ് പരിശുദ്ധ അമ്മ? ഒന്നാമതായിട്ട് വചനം ഹൃദയത്തിൽ എടുത്തത്. അപ്പൊ നമ്മൾ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ആദ്യം അത് ഹൃദയത്തിലായിരിക്കട്ടെ. പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധിയുടെ കൂടി ചിന്തയിലൊക്കെ നമ്മൾ വെച്ചിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് അതവിടെ ഇരിക്കുന്നതോടും നമ്മുടെ ഹൃദയത്തിലേക്ക് വചനം ഇറങ്ങുന്നില്ല. പരിശുദ്ധമ്മ ഈശോയെ വചനത്തെ ഹൃദയത്തിലും ഉദരത്തിലും അത് വഹിച്ചവർ പരിശുദ്ധമ്മയെ പോലെ നമ്മൾ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ വഹിച്ചാൽ നമുക്ക് ഒത്തിരി ആത്മീയമായിട്ട് ഈശോയിലേക്ക് വളരാനായിട്ട് സാധിക്കും. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പിന്നെ പാപം ചെയ്യുമെന്ന് പറയുന്നത്. വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ പിന്നെ പാപം ചെയ്യില്ല. നാളെ നമ്മൾ അമലോത്ഭവ മാതാവിന്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. അമലോത്ഭവ മാതാവിന്റെ ഡിസംബർ 8 എന്ന് പറയുമ്പോൾ 1854 ഇത് ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ 1854 ഒരു വിശ്വാസ സത്യം ഡോഗ്മ ആയിട്ട് കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചത്. അതിനു മുമ്പ് ഈ ട്രഡീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഡോഗ്മയായിട്ട് പ്രഖ്യാപിച്ചത് 1854. 4 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 1858 ലൂർദില് ബെർണഡറ്റ് സുഗിറു എന്ന് പറഞ്ഞ ഒരു കൊച്ചു പെൺകുട്ടിക്ക് ഭാര്യയ്ക്ക് പരിശുദ്ധയമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുവാണ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്റെ വികാരിച്ചോട് പോയി പറയണമെന്ന്. അപ്പൊ വികാരിച്ചോട് ഈ പെണ്ണ് പാവപ്പെട്ട ഈ ചുള്ളിക്കമ്പുകളെ കുറിച്ചുള്ള വികാരിച്ചോട് പറയാം, പരിശുദ്ധയമ്മ ഇങ്ങനെ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, നിങ്ങൾ പ്രാർത്ഥിക്കണം, പാപത്തിന് പരിഹാരം ചെയ്യണം, ഇന്നത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പറയാം. അപ്പൊ വികാരിച്ച് 1-2 കേട്ടിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ മോളെ എന്നാ ചെയ്യട്ടെ, ആരാ ഈ പറഞ്ഞേ ഒന്ന് ചോദിക്കണം. അടുത്ത പ്രാവശ്യം പരിശുദ്ധ ഈ വ്യക്തി വന്ന് പറയുമ്പോൾ ആരാ ഈ പറഞ്ഞേന്ന് ചോദിക്കണം. അപ്പോ പിറ്റേ ദിവസം കുഞ്ഞ് തിരിച്ചു പോവുക. പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധയോട് ചോദിക്കാം, ആരാ ഈ പറയുന്നേ? പരിശുദ്ധമ്മ പറഞ്ഞു കൊടുക്കുക, ഇമാക്യുലേറ്റ്, ഞാൻ അമലോത്ഭവയാണെന്ന് അവൾ പറഞ്ഞു കൊടുക്കുക. അവൾ തിരിച്ചു പോയി വികാരിച്ച് പറഞ്ഞു കൊടുക്കും. വികാരിച്ച് മനസ്സിലായി 4 വർഷങ്ങൾക്ക് മുമ്പ് ഡോഗ്മയാക്കിയ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ച ഈ കാര്യം ഒരിക്കലും കുഞ്ഞിക്കൾ അറിയാൻ പോകുന്നില്ല. ഇത് ഉറപ്പായിട്ടും തമ്പുരാനിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്നുള്ള വെളിവാണ്. അങ്ങനെ പരിശുദ്ധമ്മ പിന്നെയും പറഞ്ഞു കൊടുക്കുവാണ്, അവസാനം എന്റെ വിമല ഹൃദയം വിജയിക്കുന്ന അവസ്ഥയോട് പറഞ്ഞത്. അതിനുശേഷം 1917 നോക്കുമ്പോൾ മെയ് 13 തൊട്ട് ഒക്ടോബർ 13 വരെ 6 തവണ ഫാത്തിമയിലെ 3 നമ്മുടെ ഷെപ്പർഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ആടിനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് ജസീന്തായ്ക്കും ലൂസിയായ്ക്കും ഫ്രാൻസിസ്കോയ്ക്കും പ്രത്യക്ഷപ്പെട്ടിട്ടും പരിശുദ്ധ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ അമലോത്ഭവയാണ്. At the end, my calculate heart will triumph. അവസാനം എന്റെ വിമല ഹൃദയം വിജയിക്കുന്നു. അതാണ് പറയുന്നത്. വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും നമ്മളെ തന്നെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുവാനുമുള്ള ഒരു ആഹ്വാന പരിശുദ്ധമാണ്. നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ ലോകത്തിൽ കാണും, പക്ഷേ എന്റെ വിമല ഹൃദയത്തിൽ നിങ്ങളെ എന്നെ തന്നെ നിങ്ങളെ തന്നെ എന്റെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച നിങ്ങളുടെ സുരക്ഷിതമാണ് പരിശുദ്ധ പറയുന്നത്. ഇംഗ്ലണ്ടിന്റെ കൺവെൻഷനെ കുറിച്ചും നമ്മളുടെ റഷ്യയുടെ മാനസാന്തരത്തെ കുറിച്ചൊക്കെ പരിശുദ്ധമ്മ ഈ പ്രതിഷ്ഠകളിലൂടെ പറയുന്നു, കൃത്യമായിട്ട് പറഞ്ഞു. ജോൺ 2 മാർപ്പാപ്പ വെടിയേറ്റ് അതിനുശേഷം ഫാത്തിമയിലേക്ക് അതിന്റെ ആ വെടിയുണ്ടയായിട്ട് പോകുന്നത്. അതിനുശേഷം പോയി അവിടെ പരിശുദ്ധമ്മയുടെ ആ കിരീടത്തിന് ഇപ്പോഴും നമ്മൾ ഫാത്തിമ വെച്ച് കാണാൻ പറ്റും. ആ ബുള്ളറ്റ് അതേപോലെ വെച്ചിട്ടുണ്ട്. പരിശുദ്ധമ്മ എങ്ങനെയാണ്
വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ രക്ഷിച്ചത്. 1952 പയസ്ത 12th മാർപ്പാപ്പ 12ാം പീയൂസ് മാർപ്പാപ്പയ്ക്ക് ഒരു ദർശനം വത്തിക്കാനുണ്ടാകും. ഒത്തിരി പുറത്തേക്ക് പറയാത്തൊരു ദർശനം, ഈ പറയുന്ന അഗ്നിഗോളങ്ങളുടെ ദർശനം, ഈ ലൂർദിലും ഫാത്തിമയിലും ഒക്കെ കണ്ട അതേ ദർശനം മാർപ്പാപ്പയും കാണുക. പക്ഷെ കൃത്യമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഓരോ സന്ദേശങ്ങളിലും ക്ലാരിറ്റിയോടുകൂടി പറയുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കേണ്ടത്, വിശുദ്ധമായി ജീവിക്കേണ്ടത്, പാപികളുടെ മാനസാന്തരത്തിനായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധയുടെ വിഗ്രഹഹൃദയത്തിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കേണ്ടത്. ഓരോ ഈ അപരീക്ഷയിലൂടെയും ഓരോ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിലൂടെയും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. നാളെ നമ്മൾ അമലോത്ഭവ മാതാവിന് നമ്മളെ തന്നെ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ അമ്മയുടെ വിഗ്രഹഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ ഒരിക്കലും കൂടി പ്രതിഷ്ഠിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഞാൻ ഇവിടെ പറയുക. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചെറിയ ഒരു 3 ലൈൻ പ്രാർത്ഥനയുള്ളൂ. ഇത് രാവിലെ കേൾക്കുമ്പോൾ മുട്ടുമുട്ടി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇന്നേ ദിവസം പൂർണ്ണമായി വസിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എല്ലാ ദുഷ്ടാരൂപങ്ങളിലും എന്നെ കാത്തുകൊള്ളണേ. ഒന്നോടെ പറയാം, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എന്നെ തന്നെ സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഇന്നേ ദിവസം പൂർണ്ണമായി വസിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എല്ലാ ദുഷ്ടാരൂപികളിലും എന്നെ കാത്തുകൊള്ളണേ. ഇങ്ങനെ 3 തവണ പറഞ്ഞ് ഒരു 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും സമർപ്പിച്ച് നമ്മൾ അങ്ങനെ ജീവിക്കണം. അങ്ങനെ ഡേ ബൈ ഡേ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത്, വിശുദ്ധിയിലേക്ക് വളരേണ്ടത് ഡേ ബൈ ഡേ. ഇന്ന് അങ്ങനെ നമ്മൾ നാളത്തേക്ക് കാറ്റേണ്ട ആവശ്യമില്ല. നാളത്തേക്കുള്ള തമ്പുരാൻ നോക്കിക്കൊള്ളു. അപ്പോൾ ഇനിയുള്ള 18 ദിവസം ഈശോയുടെ കരുവിനായിട്ട് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വചനം വായിച്ച്, വചനം ധ്യാനിച്ച്, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമുക്ക് ഈശോയുടെ കരുവിനായിട്ട് ഒരുങ്ങാം. പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയോട് കൂടി എളിമയൊക്കെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ പറഞ്ഞതുപോലെ ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം നിറവേറട്ടെ എന്ന് പറഞ്ഞു. ഈശോയുടെ വചനം, ദൈവത്തിന്റെ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറവേറുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഇനി തുടരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സന്തോഷത്തോടും ഉത്സാഹത്തോടും അനുതാപത്തോടും ഭക്തിയോടും കർത്താവേ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ആദ്യത്തിന്റെ പാപം മൂലം അധർമ്മിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായി ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പ്രാർത്ഥന രക്ഷകനായി കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായതിനെ സ്വീകരിക്കുവാൻ പ്രവാചകന്മാരുടെ ജനഹൃദയങ്ങളെ സജ്ജമാക്കിയ കർത്താവേ, അനുദിന ജീവിതത്തിൽ എന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ പോയിട്ടുണ്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാൻ മനുഷ്യനായ രക്ഷകനായി നിന്റെ ആഗമനം പ്രഘോഷിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ചവശിക്കായെ ദൈവസ്നേഹ ചൈതന്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് പാർട്ടിയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജറാർച്ച ബിഷപ്പ് മാറാഫേറ്റന്റെ പിതാവിനെയും ലോകദാധ്യക്ഷ പിതാവുമായ പാത്രയും മറ്റേ നാമത്തോടെ ആത്മീയ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, നിന്റെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മുടെ പിതാവിന്റെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. കർത്താവായ മിശിഹായെ തികഞ്ഞ പ്രത്യാശയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നിനക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യുവാനും പുണ്യപ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ.
സകലത്തിലെയും നാഥ എന്നേക്കും. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ യോസേഫിന്റെയും സ്മരണ വിശുദ്ധ ബലിയുടെ ദിവ്യമുണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിഹായോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും പകരം ചുറ്റിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിയുടെ ദിവ്യമുണ്ടാകട്ടെ. നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടി പാത്രമാരും മേധാവിമാരും നേതാപുരന്മാരും മന്ത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയനുസരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധമായ സ്നേഹിത വിശ്വാസികളുമായ എല്ലാ ഭദ്രക്കാരുടെയും സത്യവിശ്വാസം വഹിച്ച് ഈ ലോകത്തിൽ നിന്ന് ഏർപ്പെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധമായ കൃപയാൽ ഈ വഴി നമുക്ക് സമാധാനം രക്ഷിക്കും സ്വർഗ്ഗരാജ്യത്തിൽ നിത്യജീവൻ കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരായ
എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ കാരുണ്യത്തിലാക്കി അമൃതഗീതാണ് ഇതിന്റെ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി പരിക്രമം ചെയ്യുവാൻ ഞങ്ങൾ ശക്തരാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ചിന്തയോടുകൂടെ കർത്താവിനെ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹപൂർവ്വം ഇവിടെ രക്ഷിക്കപ്പെടുന്നവരെ സൂക്ഷിച്ച് രക്ഷിക്കുകയും ഭയഭക്തജനമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥമായി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ടുകൊണ്ടാലും വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ട് നാം ലോകത്തെയും അതിലുള്ള സ്ഥലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ പ്രഭുമാരുടെ ശ്രാവ്യമാരോട് ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായി ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ദയാവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു മന്നവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിൽ ഹോശാന, ദാവീദ് സുതൻ ഹോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാവായി, വീണ്ടും വരുവോരും ധന്യൻ. ഉന്നത വീതിയിൽ ഹോശാന. കർത്താവായ ദൈവമേ, ഈ സ്വകീയങ്ങളോടുകൂടെ അങ്ങയുടെ ദൈവത്തെ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുന്നവരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവരുടെ അനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിശുപാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുകയും തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു.
നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ഹീനമായ പ്രകൃതി അങ്ങയുടെ സമർത്ഥമായ നിഗ്രഹത്താൽ വാർത്തമണിയുകയും ചെയ്തു. ഞങ്ങൾക്ക് നൽകിയ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർലയും പ്രധാന പാപയ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേധാവിഷമാരാഫയും രൂപതാധീശനും പിതാവുമായ പുരോഹിതന്മാർ, ശംശാനാമാർ, സമർപ്പിതരമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹിതന്മാരുടെയും രക്തസാക്ഷികളുടെയും മണ്ണുകളുടെയും ബഹുമാനത്തിനുള്ള സന്നിധിയിൽ വീതിജനമായി പ്രവർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി കുർബാന സ്വീകരിക്കണമേ. യോഗികളുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ പോയ എല്ലാ പരിശുദ്ധർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടി ഈ കുർബാന എന്ന് സ്വീകരിക്കണമേ. പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ വിഷയത്തിന്റെ ശരീര രക്തങ്ങൾ നിങ്ങൾ അർത്ഥിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അവരുടെ തിരുസന്നിധിയിൽ സംപ്രീതികളുടെ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അവരുടെ അവരുടെയും സമൃദ്ധമായ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അയച്ചുവെന്നും പ്രവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമായ അടയാളത്താലും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. നിന്റെ ആശ്രയത്തിൽ കുർബാനയിൽ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനത്തിനും മനുഷ്യരുടെ ആശയും നിലപ്പിടിക്കപ്പെട്ട എല്ലാവരും സംബന്ധിച്ച് സ്വർഗ്ഗരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും സ്നേഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകമായ നാമത്തിൽ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് തോന്നണമേ. അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും
ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമായ അത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അപരീക്ഷന്റെ അമൂല്യമായ ശരീരത്തിനുള്ള രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളവാകുന്ന ശ്രമത്തോടെ അപരാധങ്ങൾ തിരിഞ്ഞുകൊണ്ടും പാപത്തെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടും സഹോദരത്തിന്റെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാദശാലയത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. വികലങ്ങളും കലകളും വഴി നമ്മുടെ സാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുവിനും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടുകൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം നിങ്ങൾക്ക് നൽകിയപ്പെട്ട വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലെപ്പോഴും നമ്മുടെ ഹൃദയവും പ്രസന്നവതകളും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യമാക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അങ്ങയെ കുറിച്ച് പ്രകാരം അന്വേഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വരനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, കാര്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരങ്ങളിൽ അവരുടെ സൈന്യങ്ങൾ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഞങ്ങൾക്ക് നൽകിയ ദൈവപുത്ര, നിന്റെ രാജ്യത്തിൽ ഞങ്ങൾക്ക് ജീവൻ നൽകണമേ.
വിശ്വാസത്തോടെയും ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. ക്രിസ്മസ്
കൃപയുള്ള നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി. ഞങ്ങളെ യോഗ്യരാക്കി നമ്മളെ പരിപോഷിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുകയും ദാനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ലോകരക്ഷകനായ മിശിഹായേ, ഞങ്ങളുടെ ജീവപ്രാപനം ആനന്ദത്തിന്റെ പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും തിരുനന്സായ നിലയ്ക്കുമെന്ന് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയെ സ്വീകരിച്ച് ഞങ്ങൾ സത്യത്തിലും സ്നേഹത്തിലും വ്യാപരിച്ച് ലോകത്തിന്റെ പ്രകാശവും വെളിവുമായി തീരുവാൻ കൃപ നൽകണമേ. സർവ്വത്തിന്റെയും നാഥായനെയും ലോകരക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന്റെ ജനമേ, രക്ഷയുടെ ദിവസം സമാഗതമാകുമ്പോൾ രക്ഷകനെ സ്വീകരിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. തിരുവചനം ശ്രമിക്കുകയും തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും അവിടുന്ന് മഹത്വം അണിയിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങൾ എല്ലാവരും മുദ്രിതരും എല്ലാവരും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മരിച്ചവരെ ഇതിന്റെ നാമത്തിൽ സ്തുതി പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. സങ്കടപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയുടെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവനെയും മരണത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ ഞങ്ങളുടെ ജീവനാളവും ആത്മാവും പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന് നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ. കൈക്കൊള്ളണമേ ഹൃദയം വിശ്വാസത്തോടെ ദാസർ ചെയ്യും വിശ്വാസമോടെ ദാസർ ചെയ്യും
മഹിതാശ്രയൻ പരിപാവനമാം പോലെ സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നമായി ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ ദൈവങ്ങളുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗം ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും തീരുമാനമായ കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ
യേശു